നിങ്ങളെപ്പറ്റി ഇപ്പൊ വന്നിട്ടുള്ളൂ ടീച്ചർ. എന്താ കാര്യം? ഇന്ന് ലച്ചുമോളെ പിറന്നാളാണ്, അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നത്. അവളേതായാലും പട്ടുപാവാട കെട്ടതല്ലേ, അവളുടെ കൂടെ പോരാന്ന് വിചാരിച്ചു. ബാഗിലുണ്ട് കുറച്ച് മുട്ടായി, അത് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു കൊടുക്കണ്ടോ കേട്ടോ ടീച്ചറെ. ആഹാ, ഇന്ന് ലച്ചുവിനെ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ. തലയിൽ മുല്ലപ്പൂവൊക്കെ ചോദിക്കണല്ലേ? ആ ടീച്ചറെ. എന്നാ നിങ്ങൾ പോയിക്കോളൂ കേട്ടോ, ലച്ചുവിനെ ഞങ്ങൾ നോക്കിക്കോളാം. ആ ഓക്കെ ടീച്ചറെ. ലച്ചുമോളെ നിങ്ങൾ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ. ആ ഓക്കെ ടീച്ചർ. ലച്ചു, ഇന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലേ? ആ അതെ. നിന്റെ പട്ടുപാവാട കാണാൻ നല്ല രസമുണ്ട്. ഓ താങ്ക് യു. നീ എവിടുന്നാ ലച്ചു മുല്ലപ്പൂ മേടിച്ചേ? അതമ്മേ സ്കൂൾക്ക് പോരുമ്പോ ആ കടയിന്ന് മേടിച്ചതാണ്. ആഹാ, നല്ല ഭംഗിയുണ്ട് ട്ടോ. എന്റെ ബർത്ത്ഡേക്കും വേണം എനിക്കും പട്ടുപാവാടയും മുല്ലപ്പൂവൊക്കെ വെക്കാന്. എന്നിട്ട് ലച്ചുമോള് വന്നപ്പോ ഞങ്ങൾക്കൊക്കെ മുട്ടായി കൊണ്ടുക്കണോ? ആ കൊടുക്കണോ, ടീച്ചർ വന്നിട്ട് തരാട്ടോ. ലച്ചു എനിക്കൊന്ന് തരുമപ്പോ? ടീച്ചർ വരട്ടെ, ടീച്ചർ വന്നിട്ടുള്ള തരിക. അവളൊരു ചാട നോക്ക്, ഒരു മുട്ടായിയല്ലോ ചോദിച്ചേ. എന്നാ മുട്ടായി പാക്കറ്റ് ഒന്ന് കാണിച്ചു തരുമോ? ആ കാണിച്ചു തരാം, പക്ഷെ ഇപ്പൊ തിന്നാൻ പറ്റില്ല കേട്ടോ. ആ ശരി, ചെടുക്കാൻ നോക്കട്ടെ ഇത് മുട്ടായിന്ന്. ഇതാ മുട്ടായി. ആഹാ, ഇതില് കൊറേ ഉണ്ടല്ലോ. ഒരു 2 എണ്ണപ്പം ഞങ്ങൾക്ക് താ, പിന്നെ ടീച്ചർ വന്നിട്ട് പിന്നെ തന്നാ മതി. എന്താടാ, അത് നടക്കൂല. ടീച്ചർ വരട്ടെ എന്നിട്ടുള്ള തരിക. ഞങ്ങളെ ബർത്ത്ഡേ വരൂട്ടോ, അപ്പൊ എനക്കും വരൂല. അതുകൊണ്ടല്ലേ എന്റെ അമ്മ പറഞ്ഞേക്കണു, ടീച്ചർ വന്നിട്ട് ടീച്ചറെ അടുത്ത് കൊടുത്താ മതി, ടീച്ചർ നമുക്ക് എല്ലാവർക്കും തരുമെന്ന് പറഞ്ഞേക്കണു അമ്മ. അതെന്താ അമ്മ വെറുതെ പറയണേ? ഇപ്പൊ 2 എണ്ണം അങ്ങോട്ട് താട്ടെ. ഞാൻ എന്റെ അമ്മ പറഞ്ഞതുള്ള കേൾക്കുക. പിന്നെന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ തള്ളിയെ പോലെ ചിക്കണേ? ഞങ്ങൾ പോണു. ഇതിൽ വെച്ച് എനിക്ക് മാത്രം തടി ഇല്ലാന്ന് പറഞ്ഞില്ല, ഞാൻ തരൂല. ഒന്ന് താട്ടടി. ഒന്നും തരൂലെന്ന് പറഞ്ഞില്ല, ടീച്ചർ വരട്ടെ. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്ത് പറ്റി? എന്തിനാ കരയണേ? ടീച്ചറെ, ഈ വിഷ്ണു എന്റെ മുട്ടായി പാക്കറ്റ് പൊട്ടിച്ചിട്ട് മുട്ടായിയൊക്കെ താഴെ പോയി. എന്താ വിഷ്ണു ഇത്? നീ എന്തിനാ കുട്ടിയുടെ മുട്ടായി താഴെക്കിട്ട്? അത് പിന്നെ ഞാൻ അവളോട് ഒന്ന് തരുമോന്ന് ചോദിച്ചതാ, അപ്പോൾ തരൂലെന്ന് പറഞ്ഞപ്പോ ചെയ്തതാ. അതിന് മുട്ടായി പൊട്ടിക്കാൻ വേണ്ടേ? മോന് മുട്ടായി നമുക്ക് ചവിട്ടാ ചെയ്ത ടീച്ചറെ. ആഹാ, നീ അത്രക്കായോ? ഞാൻ വടി കൊണ്ടിരട്ടെ കേട്ടോ. അയ്യോ വേണ്ട ടീച്ചറെ, ഞാൻ അറിയാതെ ചെയ്തതാ, ഇനി ചെയ്യൂല. ഞാൻ വേണമെങ്കിൽ മുട്ടായി പെറുക്കിയിട്ട് അവളെ കൈ കൊടുക്കാം. ആ എന്നാ വേഗം നിലത്ത് ഇറക്കാൻ മുട്ടായിയൊക്കെ പെറുക്കി പാക്കറ്റിക്കടെ. എത്ര അടങ്ങാറായിട്ടാണ് അറിയാതെ മേടിച്ച് സ്കൂൾക്ക് കൊടുത്തയക്കണേ. എന്നിട്ട് നിങ്ങൾ ഇവിടെ നശിപ്പിച്ച് കളയാം. അവൾ എത്ര ഒരു ആഗ്രഹം കൊണ്ട് കൊടുക്കുന്നതാ ഇത്, അവളുടെ ബർത്ത്ഡേ ആയിട്ട്. എന്നിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നത്. ലച്ചുമോള് കരയണ്ട കേട്ടോ, ഓനത് പാക്കറ്റിക്കാൻ ഇട്ടരും കേട്ടോ. ശരി ടീച്ചർ. വിഷ്ണു വേഗം ഇട്ടെടുക്ക്. ആ ഇട്ടുട്ടാ. ഇനി ലച്ചുമോള് കരച്ചിൽ നിർത്തിക്കേ. ശരി ടീച്ചർ. എന്നാ ഇനി നമുക്ക് എല്ലാവർക്കും മുട്ടായി കൊടുക്കാലോ ലച്ചു? ആ ടീച്ചർ കൊടുക്കാം. എന്നാ നീ പോയി കൊടുത്തോളൂ. ഇന്ന വിഷ്ണുവിന്. താങ്ക് യു. വെൽക്കം. ഇന്ന പാറുവിന്. താങ്ക് യു. വെൽക്കം. ഇത് അബുവിന്. താങ്ക് യു. ഇത് ശിവയ്ക്ക്. താങ്ക് യു. ഇത് ടീച്ചർക്ക്. താങ്ക് യു ലച്ചുമോളെ. വെൽക്കം ടീച്ചർ. അല്ല, നിങ്ങൾ ആരും അവൾക്ക് ബർത്ത്ഡേ വിഷസ് കൊടുത്തില്ലല്ലോ. എല്ലാരും അവൾക്ക് ഒരു ബർത്ത്ഡേ വിഷസ് കൊടുത്തേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ലച്ചു. താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് കാലം ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ ലച്ചുമോൾക്ക്. താങ്ക് യു സോ മച്ച്. ഇതിൽ കുറെ ഉണ്ടല്ലോ ലച്ചു മുട്ടായി. അതെ ടീച്ചറെ, കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടോ? ആ ശരി ലച്ചു. എന്നാ നിങ്ങൾ മിഠായി കഴിക്കട്ടോ, ഞാനത് ഓഫീസ് റൂമിൽ കൊണ്ടുവച്ചിട്ട് വരാം. ഓക്കെ ടീച്ചർ. അപ്പൊ എല്ലാരും മുട്ടായി ഒക്കെ തിന്നല് കഴിഞ്ഞില്ലേ? യെസ് ടീച്ചർ. എന്നാ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ ടീച്ചർ. എ വെച്ചിട്ട് ഒരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞേ. ആപ്പിൾ. ഓക്കെ. ഇനി ബി വെച്ചിട്ട് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. ബാൾ. ഓക്കെ. ഇനി സി വെച്ചിട്ട് ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. കാറ്റ്. ഓക്കെ. ഇനി ഡി വെച്ചിട്ട് ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ഡോഗ്. ഇനി ഇ വെച്ചിട്ട് ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. എലിഫന്റ്. ഓക്കെ. ഇനി എഫ് വെച്ചിട്ട് ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ഫിഷ്. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ലോണം പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ജി വെച്ചിട്ട് ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ജിറാഫ്. ഓക്കെ ഗുഡ്. ഇനി എച്ച് വെച്ചിട്ട് ഒരു വേർഡ് പറഞ്ഞേ. ഹൗസ്. ഓക്കെ. ഇനി ഐ വെച്ചിട്ട് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. ഐസ്ക്രീം. ഇനി ജെ വെച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞേ. ജഗ്. ഇനി കെ വെച്ചിട്ട് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. കേക്ക്. ഓക്കെ. ഇനി എൽ വെച്ചിട്ട് ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ലയൺ. ഓക്കെ. ഇനി എം വെച്ചിട്ട് ഒരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞേ. മാംഗോ. ഓക്കെ. ഇനി എൻ വെച്ചിട്ട് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. അറിയില്ല ടീച്ചർ. കൂടിനെന്താ നമ്മൾ ഇംഗ്ലീഷ് പറയാ? അറിയില്ല ടീച്ചർ. നെക്സ്റ്റ്. ഓക്കെ ടീച്ചർ. ഇനി ഓ വെച്ചിട്ട് ഒരു ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞേ. ഓറഞ്ച്. ഓക്കെ. പി വെച്ചിട്ട് ഒരു ബേർഡിന്റെ പേര് പറഞ്ഞേ. പാരറ്റ്. ഓക്കെ ഗുഡ്. ഇനി ക്യൂ വെച്ചിട്ട് ഒരു വേർഡ് പറഞ്ഞേ. ക്യൂൻ. ഓക്കെ ഗുഡ്. ഓ വരെയുള്ള നമ്മൾ പഠിച്ചിട്ട് ഇനി ബാക്കി നാളെ പറയാട്ടോ. ഓക്കെ ടീച്ചർ. ഇനി എന്റെ മക്കളോട് ഞാൻ ഓരോരോ അക്ഷരം പറയും. അപ്പൊ അക്ഷരം വെച്ചിട്ടില്ല പാട്ട് പാടാട്ടോ. കാ വെച്ചിട്ടുള്ള അക്ഷരാണ്. അപ്പൊ കാ വെച്ചിട്ട് ഏതെങ്കിലും പാട്ട് പഠിക്കേ. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി കുഞ്ഞു വിശന്ന് കരയില്ലേ, കുഞ്ഞേ കുഞ്ഞേ നീ
മഴ 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 പെയ്തു കുടയുമെടുത്തു മഴ പെയ്തു. ഓക്കെ, ഇനി നാളെ ക്ലാസ് എടുക്കാം കേട്ടോ. ഇനി എന്തായാലും ഉപ്പുമാവ് തന്നിട്ട് എല്ലാവരും വീട്ടിൽ പോയിക്കോളി. ഓക്കെ ടീച്ചർ.